എല്ലാ പാർട്ടികളിലും ഇപ്പോൾ വലിയ പുനഃസംഘടനാ ചർച്ചകൾ നടക്കുകയാണ്. CPM-ലും CPI-യിലും ഒഴികെ. CPI-യിൽ ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വഴിക്ക് നടക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിലെ പുനഃസംഘടനയെക്കുറിച്ചുമല്ല. അത് ഇങ്ങനെ അയലിട്ട എന്തോ എന്ന് പറയുന്നത് പോലെ അങ്ങോട്ടെന്നോ ഇങ്ങോട്ടെന്നോ അറിയാത്ത അവസ്ഥയിലാണ്. അതും ഞാൻ മാറ്റിവെക്കുന്നു. BJP കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ കേരള ഘടകം ആകെ പൊല്ലാപ്പിലാണ്. അവർ ഒരു കോർ കമ്മിറ്റി പട്ടിക പുറത്തുവിട്ടു. 24 പേരടങ്ങുന്ന കോർ കമ്മിറ്റിയുടെ ലിസ്റ്റാണ് BJP സംസ്ഥാന നേതൃത്വം പുറത്തുവിട്ടത്. ആ ലിസ്റ്റ് കണ്ട് പലരും അന്തം വിട്ടുപോയി. കാരണം പല പ്രമുഖ നേതാക്കളും ആ ലിസ്റ്റിലില്ല. ലിസ്റ്റിലുള്ള ആളുകളാകട്ടെ RSSന് അനഭിമതരായ ചില ആളുകളാണ്. സംഘപരിവാറിന് അനഭിമതരായ ചില ആളുകൾ കോർ കമ്മിറ്റിയിൽ ഇടം നേടിയിട്ടുമുണ്ട്. മാത്രമല്ല BJP-യുടെ രാഷ്ട്രീയ ലൈൻ കൃത്യമായി അറിയാത്ത, BJP-യുടെ പാരമ്പര്യം കൃത്യമായി അറിയാത്ത പലരും കോർ കമ്മിറ്റിയിൽ ഇടം നേടിയപ്പോൾ പരിണിതപ്രജ്ഞരും BJP-ക്ക് വേണ്ടി രാപകലില്ലാതെ വെള്ളം കോരുകയും ഒക്കെ ചെയ്ത പല നേതാക്കളും പുറത്തായി. ആരൊക്കെയാണ് പുറത്തായ നേതാക്കൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം. AN രാധാകൃഷ്ണൻ ഒരു കാലത്ത് മാത്രമല്ല, ഈ അടുത്ത കാലം വരെയും AN രാധാകൃഷ്ണൻ BJP-യുടെ വക്താവായിരുന്നു. ടെലിവിഷൻ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന നിറസാന്നിധ്യമാണ് അദ്ദേഹം. പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം തോറ്റുപോയി. ചിലയിടങ്ങളിലൊക്കെ അദ്ദേഹം വോട്ട് വിഹിതം കൂട്ടിയിട്ടും ഉണ്ട്. അതൊക്കെയാണ് വാസ്തവം. PK കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ അടിയുറച്ച വക്താവ് കൂടിയായിരുന്നു AN രാധാകൃഷ്ണൻ. പക്ഷേ ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചില്ല. കോർ കമ്മിറ്റിയിൽ അദ്ദേഹം ഇല്ല. കോർ കമ്മിറ്റിയിൽ നിന്ന് AN രാധാകൃഷ്ണനെ നിഷ്കരുണം പുറത്താക്കി. നേരത്തെ സംസ്ഥാന ഭാരവാഹി പട്ടികയിലും AN രാധാകൃഷ്ണന് ഇടം നൽകിയിരുന്നില്ല. AN രാധാകൃഷ്ണനെ ഒതുക്കി മൂലക്കിരുത്തി. എന്നിട്ട് ഈ AN രാധാകൃഷ്ണൻ്റെ കഥ PK കൃഷ്ണദാസിൻ്റെ പക്ഷം പിടിച്ചു. പക്ഷേ നടന്നില്ല. PK കൃഷ്ണദാസ് കോർ കമ്മിറ്റിയിൽ ഉണ്ട് താനും. MT രമേശും കോർ കമ്മിറ്റിയിലുണ്ട്. കൂടെ ഉണ്ടായിരുന്ന AN രാധാകൃഷ്ണനെ രാജീവ് ചന്ദ്രശേഖർജി ചവിട്ടി പുറത്താക്കി. ഇനി CK പത്മനാഭൻ കോർ കമ്മിറ്റിയിലുണ്ട് നിലവിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം ഈ സമിതി, അതായത് സംസ്ഥാന സമിതി, രാജീവ് ചന്ദ്രശേഖറിൻ്റെ സമിതി ഉൾപ്പെടുത്തിയിരുന്നില്ല. CK പത്മനാഭനെ ഒഴിവാക്കി കോർ കമ്മിറ്റി കൊണ്ടുവരാനായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ നീക്കം. CK പത്മനാഭൻ രാജീവ് ചന്ദ്രശേഖറിനെ വേദിയിലിരുത്തി പരിഹസിച്ചതൊക്കെ നമുക്കറിയാം. ചില മുതിർന്ന നേതാക്കളെയൊക്കെ മൂലക്കിരുത്തിയിട്ട് തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുവാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുകയാണെന്ന് പരസ്യമായി ആദ്യമായി വിമർശിച്ച നേതാവ് കൂടിയാണ് CK പത്മനാഭൻ. അതുകൊണ്ട് തന്നെ CK പത്മനാഭനൊക്കെ കോർ കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് താൻ പിടിച്ച മുയലിന് 4 കൊമ്പാണെന്ന് വാദിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയില്ല. അതുകൊണ്ടാണ് CK പത്മനാഭനെ പതുക്കെ വെട്ടി പുറത്താക്കിയത്. എങ്ങനെ? കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ പ്രതിഷേധം കനത്തു. CK പത്മനാഭനെ പോലുള്ള ഒരു നേതാവിനെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിയല്ല എന്ന പ്രതിഷേധം കനത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. ഇനിയുമുണ്ട് O രാജഗോപാൽ. നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ആദ്യമായി BJP-ക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന മുതിർന്ന നേതാവാണ് O രാജഗോപാൽ. O രാജഗോപാൽ കോർ കമ്മിറ്റിയിലില്ല, ക്ഷണിതാവുമല്ല. ക്ഷണിതാക്കളായിട്ടുള്ളത് പ്രകാശ് ജാവദേക്കറും അതുപോലെ തന്നെ അപരാജിത സാരംഗി എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രഭാരിയും സഹപ്രഭാരിമാരുമാണ് ക്ഷണിതാക്കളായി ഉള്ളത്. ഈ O രാജഗോപാലൻ എന്തുകൊണ്ട് തഴഞ്ഞു, എന്തുകൊണ്ട് ഒഴിവാക്കി? പ്രായാധിക്യം കൊണ്ടാണോ? അങ്ങനെ ഒന്നും പറയുന്നില്ല. പ്രായാധിക്യം കൊണ്ടാണെങ്കിലും പ്രത്യേക ക്ഷണിതാവായി വയ്ക്കുക പതിവാണ്. O രാജഗോപാലൊക്കെ വളരെ കേരളത്തിൻ്റെ മനസ്സ് കൃത്യമായി അറിയാവുന്ന RSSും BJP അവരുടെ പാരമ്പര്യമൊക്കെ ഉൾക്കൊള്ളുന്ന മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെയും കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ഇനി ഡോക്ടർ KS രാധാകൃഷ്ണൻ. അദ്ദേഹം സർവകലാശാല വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. പല തെരഞ്ഞെടുപ്പുകളിലും BJP-യെ പ്രതിനിധാനം ചെയ്ത് മത്സരിച്ചു. ജയിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ അദ്ദേഹം ജയിച്ചിട്ടില്ല. അദ്ദേഹത്തെ വിദ്യാഭ്യാസ മേഖലയുടെ വിചക്ഷണൻ, അല്ലെങ്കിൽ BJP-യുടെ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുകയും പ്രചരണം നടത്തുകയൊക്കെ ചെയ്യും. അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണം, കേൾക്കണം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും ഉന്നത സമിതികളിൽ നിയോഗിച്ചതും അദ്ദേഹത്തെ ഇലക്ഷനൊക്കെ മത്സരിപ്പിച്ചിരുന്നതും. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹവും കോർ കമ്മിറ്റിയിൽ ഇടം നേടിയിട്ടില്ല. അങ്ങനെ AN രാധാകൃഷ്ണൻ, O രാജഗോപാൽ, ഡോക്ടർ KS രാധാകൃഷ്ണൻ തുടങ്ങിയവർ പടിക്ക് പുറത്താണ്. ഇനി ആരൊക്കെയാണ് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ BJP-യിലെ മുതിർന്ന നേതാക്കളെയൊക്കെ നാഴികയ്ക്ക് 40 വട്ടം തെറി പറയുന്ന ഷോൺ ജോർജ് കോർ കമ്മിറ്റിയിലുണ്ട്. ന്യൂനപക്ഷ മോർച്ച നേതാക്കളെയൊക്കെ അടപടലം വിമർശിക്കുന്ന വ്യക്തിയാണ് ഷോൺ ജോർജ്. മുനമ്പം വിഷയത്തിൽ നമുക്കറിയാം, ഷോൺ ജോർജിനെയാണ് BJP-യിലെ മുതിർന്ന നേതാക്കളൊക്കെ വിമർശിച്ചത്. കാരണം മുനമ്പത്ത് BJP-ക്ക് തിരിച്ചടി കിട്ടാനുള്ള പ്രധാന കാരണം തന്നെ ഷോൺ ജോർജിൻ്റെ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും
അതുപോലെ തന്നെ ഷോൺ ജോർജിൻ്റെ ഇടപെടലുമാണ് BJPക്ക് തിരിച്ചടി ഉണ്ടായതെന്ന് BJPക്ക് അകത്തു നിന്ന് തന്നെ വിമർശനമുണ്ട്. അത് ആ ഷോൺ ജോർജിനെ ഈ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് എന്ന നിലയിലായിരിക്കാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഷോൺ ജോർജിന് BJPയുടെ പാരമ്പര്യമുണ്ടോ? ഇല്ലേ ഇല്ല. കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യമുണ്ട്. സെക്കുലർ പാർട്ടിയുടെ അല്ലെ ജനപക്ഷത്തിൻ്റെയൊക്കെ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹത്തിന് അറിയാം. PC ജോർജിൻ്റെ മകനായതുകൊണ്ട് രാഷ്ട്രീയ താളം തുള്ളലുകൾക്കും ഷോൺ ജോർജിന് വശമുണ്ട്. പക്ഷേ BJPയുടെ രാഷ്ട്രീയം എന്താണ്, BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്, BJPയുടെ വർഗീയ അജണ്ട എന്നാണ്, ഇത്തരം കാര്യങ്ങളിലൊന്നും ഷോൺ ജോർജിന് വലിയ പരിജ്ഞാനമൊന്നുമില്ല. ഇനി അനിൽ ആൻ്റണി, AK ആൻ്റണിയുടെ മകനാണ്. അദ്ദേഹം ദേശീയ വക്താവാണ്. അദ്ദേഹവും കോർ കമ്മിറ്റിയിലുണ്ട്. എന്തിനാണ് വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തവുമില്ല. അനൂപ് ആൻ്റണി മാധ്യമ സിംഹമൊക്കെയാണ്, ശരിയാണ്. അനൂപ് ആൻ്റണിയും ഈ കോർ കമ്മിറ്റിയിലുണ്ട്. AP അബ്ദുള്ളക്കുട്ടി ദേശീയ വൈസ് പ്രസിഡൻ്റൊക്കെയാണ്, ദേശീയ നേതാവാണ്. AP അബ്ദുള്ളക്കുട്ടിക്ക് BJPയുടെ എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ BJPയിലെത്തിയതറിയാം. SFI, CPM, പിന്നെ കോൺഗ്രസിനെ തുടർന്ന് BJPയിലെത്തിയ AP അബ്ദുള്ളക്കുട്ടി ഒരു റബ്ബർ സ്റ്റാമ്പിൻ്റെ വില പോലും നേതാക്കൾ കൽപ്പിക്കാറില്ല AP അബ്ദുള്ളക്കുട്ടിക്ക് കേരളത്തിൽ. BJP നേതാക്കളും BJP അണികളും ചുമ്മാ വന്ന് എവിടെയെങ്കിലും കയറി ഇരിക്കും എന്നല്ലാതെ അദ്ദേഹത്തിന് ഒരു വിലയും കൽപ്പിക്കുന്ന ആളുകളല്ല BJP എന്ന് എനിക്ക് നിങ്ങൾക്ക് നന്നായി അറിയാം. ഇനി AP അബ്ദുള്ളക്കുട്ടി കോർ കമ്മിറ്റിയിലുണ്ട്. AP അബ്ദുള്ളക്കുട്ടിയുണ്ട്, ഷോൺ ജോർജ് ഉണ്ട്, അനിൽ ജോർജ് ഉണ്ട്, അനിൽ ആൻ്റണി ഉണ്ട്, അനൂപ് ആൻ്റണി ഉണ്ട്. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ BJPയെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് RSSും സംഘപരിവാറും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇനി മറ്റു ചില നേതാക്കൾ കൂടിയില്ല. PS ശ്രീധരൻപിള്ള ഇല്ല. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഗോവ ഗവർണറായിരുന്നു. ഇതുപോലെ ഗംഭീരമായ BJP നേതാവ്, അത്രയും ജനസമ്മതനായ ഒരു മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ BJPക്കില്ല. രാജീവ് ചന്ദ്രശേഖർജി പോലും അത്ര ജനസമ്മതനല്ല. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എവിടെ പോയി നിന്നാലും ഏത് കൂട്ടത്തിൽ നിന്നാലും അദ്ദേഹം BJPക്കാരനാണ്, വർഗീയവാദിയാണ് എന്നൊന്നും ആരും പറയില്ല. അദ്ദേഹം ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തുന്ന BJP നേതാവാണ്. അദ്ദേഹത്തെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുമില്ല. അങ്ങനെ മുതിർന്ന പല നേതാക്കളെയും വെട്ടിയൊതുക്കി BJPയുടെ പാരമ്പര്യത്തിനും അവരുടെ വാദഗതികൾക്കും അവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് നിരക്കാത്ത ചില ആളുകളെയൊക്കെ കുത്തിക്കയറ്റി രാജീവ് ചന്ദ്രശേഖർജി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് സംഘപരിവാറും BJPയും RSSും ഒക്കെ ചോദിക്കുന്നത്. ഇതിനിടെ തന്നെ നമ്മുടെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്രസ്താവനകളൊക്കെ RSSനും സംഘപരിവാറിനും എതിരായിരുന്നു. RSSും സംഘപരിവാറും ചോദിച്ചു, എന്താണ് സംഘപരിവാറിലെ ആശയ സംഘടനമാണ് അല്ലെങ്കിൽ സംഘപരിവാറിലെ ചേരിതിരിവാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്നൊക്കെ, എങ്ങനെ സംസ്ഥാന BJP ഘടകം വാർത്താക്കുറിപ്പ് ഇറക്കും എന്നൊക്കെ സംഘപരിവാർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർജിയോട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 24 അംഗ കോർ കമ്മിറ്റി BJP അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് പല ആളുകളും അനഭിമതരാണ്. BJPക്കും RSSനും സംഘപരിവാറിനും അനഭിമതരായ പലരും ആ ലിസ്റ്റിൽ ഇടം നേടുമ്പോൾ പല മുതിർന്ന നേതാക്കളെയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പക്ഷങ്ങളുടെ പേര് പറഞ്ഞാണോ, ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞാണോ, അതോ ഇനി രാജീവ് ചന്ദ്രശേഖർജിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്ന് ആർക്കും അറിയില്ല.